ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യ ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യേശ്വരം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശൈത്യകം. ആരാധ്യോ ഭഗവാൻ ബ്രജേശ്വര തനയധാമ വൃന്ദാവനം രമ്യകച്ചിതുപാസന വ്രജവധൂ കൽപ്പിത. ശ്രീമദ് ഭാഗവതം പുരാണമബലം പ്രേമമുഹാർത്തോ മഹാൻ ശ്രീചൈതന്യ മഹാപ്രഭുമതമിതം തത്രാദരുന്നപ്പര. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഒപ്പം ഞാൻ ഇവിടെ നേരത്തെ വന്നവരോട് മാപ്പി ചോദിക്കുന്നു. അല്പം താമസിച്ചു പോയി. ആദ്യം സമയത്തിന്റെ കുറച്ച് പ്രോബ്ലം വന്നു. ആക്ച്വലി ഇന്ന് എനിക്ക് 8:30 ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കാലുവേദനയ്ക്ക്. അതുകൊണ്ടാണ് 7 മണിക്ക് വെക്കാന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ട് 3-4 പേര് 7 മണിക്ക് എത്തി. ഇന്ന് രാവിലെ ഇവിടുത്തെ ഒരു ഒത്തിരി സീനിയർ ഡിവോട്ടി പുള്ളി വന്നിട്ട് പറഞ്ഞു അവരുടെ ഗവർണിത്തായുടെ ആനിവേഴ്സറിയാണ്, പ്രഭുജി വരണം, ഞങ്ങൾ ആകെ 3 പേരെ വിളിച്ചുള്ള അത് പ്രഭുജിയാണെന്ന് പറഞ്ഞു. അത് 6:30 അവർ സമയം തന്നെ. ഞാൻ പറഞ്ഞു ഞാൻ പ്രസാദം കഴിക്കുന്നത് ഇപ്പം എനിക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഉള്ളി മില്ലറ്റ്സ് ആണ് വൈകിട്ട് കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കരുത്, അത് 7 മണിക്ക് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ മില്ലറ്റ്സ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടു അവിടെ ഗവർണിത്തായ്ക്ക് ഓഫർ ചെയ്ത് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഒരാൾ ഒരു ഡിവോട്ടി പറയുമ്പോൾ നമുക്ക് നിരാകരിക്കാനും പറ്റില്ല. പക്ഷെ അവിടെ പോകുമ്പോൾ നമുക്കറിയാലോ, ഒരിടത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ സമയത്തിനൊക്കെ തന്നെ അവരുടെ സമയത്തിന് ഇവിടെ 7 മണിക്ക് വന്നവരോട് ഞാൻ ചോദിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മംഗളകരമായ ദിവസം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും മംഗളകരം പല ദിവസങ്ങൾ കാണും. അമംഗളമായിട്ടുള്ള ദിവസവും മംഗളമായിട്ടുള്ള ദിവസം ഒരുപാട് കാണും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മംഗളകരമായ ദിവസം എന്ന് പറഞ്ഞാൽ തദ്ദിനം ദുർദിനമന്യേ മേഘച്ഛന ദുർദിനം യദ്ദിനം കൃഷ്ണൻ സംലാഭ പീയൂഷവർജിതം. അർത്ഥം തദ്ദിനം ദുർദിനമന്യേ, ആ ദിവസമല്ല ദുർദിനം. ഏത്? മേഘച്ഛാനം ന ദുർദിനം, മേഘാവൃതമായ ഒരു ദിവസമല്ല ദുർദിനം. പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് പണ്ട് മേഘാവൃതമായ ദിവസം ദുർദിനം എന്ന് പറയും. കാരണം എങ്ങും പോകാൻ പറ്റത്തില്ല, വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല, ഒരു മടി, കിടന്നുറങ്ങണമെന്ന് തോന്നും, നല്ലൊരു തിരിക്കണം തോന്നും, മഴയാകുമ്പം അങ്ങോട്ട് ചെറിയൊരു മടി, ഒരു ഉത്സാഹക്കുറവ് വരും പ്രവൃത്തി ചെയ്യാൻ. അതുകൊണ്ട് ആ ദിവസത്തിനെ അമംഗളമായിട്ടാണ് ഇപ്പൊ പഴയ ആൾക്കാർ പറയുന്നത്. ഇവിടെ പറയുന്നത് തദ്ദിനം ദുർദിനമന്യേ. ഏത്? മേഘച്ഛാനം ദുർദിനം, മേഘാവൃതമായ ദിവസം അല്ല ദുർദിനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെയോ യദ്ദിനം കൃഷ്ണ സംലാപം, ഏത് ദിവസമാണോ കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്, ആ ദിവസം പീയൂഷവർജിതം, ഏറ്റവും മംഗളകരമായിട്ടുള്ളത് ആ ദിവസമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ദുർദിനം ഇപ്പൊ ഇവിടെ മേഘാവൃതം എന്നല്ല, വേറെ ഒന്നുമല്ല ദുർദിനം. ഏതാണ് ദുർദിനം? കൃഷ്ണനെ കുറിച്ച് കേൾക്കാത്ത ദിവസം, കൃഷ്ണനെ കുറിച്ച് പറയാത്ത ദിവസം, കൃഷ്ണനെ കുറിച്ച് വായിക്കാത്ത ദിവസം. ആ ദിവസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അമംഗളമാണ്. മംഗളം ഏതാണ്?
കൃഷ്ണനെ കുറിച്ച് പറയുന്ന ദിവസം, കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്ന ദിവസം, കൃഷ്ണനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ദിവസം. അപ്പം അതായത് ഹരികഥ ഹരിനാമ കീർത്തനവും ഇല്ലാത്ത ദിവസമാണ് ഒരു വ്യക്തിയുടെ അമംഗളമായ ദിവസം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവന്റെ കൃപ കൊണ്ട്, ശ്രീല പ്രഭുപാദിന്റെ കൃപ കൊണ്ട് നമ്മൾക്ക് ഭാഗവതം കിട്ടി, ഭഗവത്ഗീത കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വായിക്കുമായിരുന്നു, മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന കാര്യത്തിൽ സംശയമാണ്. ഇപ്പൊ പ്രഭുപാദിന്റെ കൃപയിൽ, സുഗോസ്വാമിയുടെ കൃപയിൽ, അല്ലെങ്കിൽ വ്യാസഭഗവാന്റെ കാരുണ്യത്തിൽ കിട്ടിയ ആ ഭാഗവത്തിൽ ഏറ്റവും മനോഹരമായ ഭഗവാന്റെ മാധുര്യ ലീലകൾ നമ്മൾ വായിച്ച് ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ട്യൂസ്ഡേ ദിവസം, ഏത് ദിവസം ഭഗവാന്റെ കേൾക്കുന്നത് തന്നെ. അപ്പൊ കൃഷ്ണകഥ കേൾക്കുന്നത് വായിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് ഒരു കാര്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തിട്ട് പറയും ഇതൊക്കെ ഓക്കെ, അതൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടെന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതാണ്. നമുക്കിന്ന് മനസ്സിലാകാത്ത കാര്യം, നമുക്കത് അത്രയും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിയത്തില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തുവാണ്? നമ്മൾ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അതിന്റെ പരിണാമം അല്ലെങ്കിൽ ഫലം എന്തുവാണ്? ഗോലോക വൃന്ദാനമല്ല, മുക്തി നമുക്ക് കിട്ടും. മുക്തി നമ്മൾ ഒരു പ്രാവശ്യം കൃഷ്ണഭക്തി വന്നു കഴിഞ്ഞാൽ മോക്ഷം മുക്തി കിട്ടിയിരിക്കും. അതിനെയും 101% കിട്ടും, ഒരു സംശയമില്ല. ചിലപ്പോൾ ജന്മങ്ങൾ കൂടുതൽ എടുക്കാം, പക്ഷെ കിട്ടും. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമം. അതായത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മാധുര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമമാണ്. ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്നത് കൃഷ്ണപ്രേമമാണ്. നമ്മൾ ആനന്ദം അന്വേഷിച്ചാണ് നടക്കുന്നത് ഭൗതിക ലോകത്തിൽ, എങ്ങും കിട്ടുന്നില്ല. എവിടെയാണുള്ളത്? കൃഷ്ണപ്രേമത്തിലാണുള്ളത്. ഇന്ന് നമുക്കത് മനസ്സിലാകാത്ത കാര്യം എന്താ? നമ്മൾ കൃഷ്ണപ്രേമം രുചിച്ചിട്ടില്ല. ഒരു ഗുലാബ് ജാമുനോ ലഡുവോ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ ഗുലാബ് ജാമുൻ ഒത്തിരി മധുരം, നല്ല ടേസ്റ്റ് ആണ്, ലഡു ഒത്തിരി മധുരമാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ടീക്കെ എന്ത് മനസ്സിലാകും? കാര്യം എപ്പോ വരെ അത് രുചിച്ചു നോക്കുന്നില്ല, അപ്പൊ വരെ നമുക്കത് മനസ്സിലാകില്ല. അത് നമ്മൾ ഭക്തിയുടെ ഓരോ സ്റ്റെപ്പും പോയി കഴിഞ്ഞ് പോയിട്ട് ലാസ്റ്റ് ലാപ്പിൽ വരുമ്പോഴാണ് ഗോലോക വൃന്ദാവനത്തെ കുറിച്ച്, അന്നേരമാണ് നമുക്ക് കൃഷ്ണ ഗോലോക വൃന്ദാവനത്തെ കാണിച്ചു തരും. അന്നേരമാണ് നമ്മൾ കൃഷ്ണ പ്രേമം അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ബാക്കി എന്ത് ചെയ്താലും അതിന്റെ ഫലം കുറെ നാളത്തേക്ക് കിട്ടും. അത് അനശ്വരമല്ല, നശ്വരമായ ഫലമായിരിക്കും കിട്ടുന്നത്. ഇത് അനശ്വരമായ ഫലമാണ് കിട്ടുന്നത്. മറ്റു ഗ്രന്ഥങ്ങളിൽ കൂടുതലും, അതായത് ഭാഗവതമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റു ഗ്രന്ഥങ്ങളിൽ കൂടുതലും ദേവീ ദേവതമാരെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. കൂടിയാൽ വിഷ്ണുവിനെ കുറിച്ച് ചിലടത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ഈ ഭാഗവതം ഒഴിച്ചുള്ള ഗ്രന്ഥങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുകയാണ്. കൂടുതലും ദേവീ ദേവതരെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നു. ചിലടത്ത് വിഷ്ണുവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി ചില ഗ്രന്ഥങ്ങളിൽ കൃഷ്ണനെ കുറിച്ചും കാണാം. അപൂർവ ഗ്രന്ഥങ്ങളിലെ കൃഷ്ണന്റെ വൃന്ദാവന ലീലകളും കാണും, ചില ലീലകളൊക്കെ. എന്നാൽ കൃഷ്ണന്റെ മാധുര്യ ലീല, ഗോപന്മാരുമായിട്ടും ഗോപികമായിട്ടുള്ള മാധുര്യ ലീല, അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അത് ഭാഗവത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗോപികമാരുടെ കൃഷ്ണ പ്രേമവും അവരുടെ ആ വിരഹതാപവും, അതായത് അവരനുഭവിക്കുന്ന ആ മാധുര്യ ലീലകള്, കൃഷ്ണ പ്രേമം, കൃഷ്ണവിരഹത്തിന്റെ വേദന, ആ വേദനയിൽ നിന്നുണ്ടാകുന്ന മാധുര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം. ഈ ഗോപിന ഈ പീഡകള് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമേ കാണാൻ പറ്റൂ, വേറെ എങ്ങും കാണാൻ പറ്റില്ല. ഈ ഗോപികമാരുടെ ആ കൃഷ്ണവിരഹത്തിന്റെ വേദന, ആ വേദനയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന മാധുര്യം, എന്തൊക്കെയാ വിളിക്കുന്നത് കൃഷ്ണനെ? അപ്പൊ ഈ ഗോപികാ ഗീതത്തിൽ കാണാം കൃഷ്ണൻ എന്തൊക്കെയാ അവർ വിളിക്കുന്നതെന്ന്. പീറ്റർ എന്നൊക്കെയാ വിളിക്കുന്നത്. അത്ര അവർക്ക് കൃഷ്ണനുള്ള പ്രേമം കൊണ്ടാണ്. അത് നമുക്ക് ഭാഗവത്തിൽ കാണത്തുള്ളൂ. ശ്രീമദ് ഭാഗവത്തിൽ ഏറ്റവും മനോഹരമായ സ്കന്ധം എന്ന് പറയുന്നത് എന്താണ്? 10ാമത്തെ സ്കന്ധം. അതിൽ 21ാമത്തെ അധ്യായത്തില് 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകം നമ്മൾ ആക്ച്വലി വിശദമായിട്ട് ചർച്ച ചെയ്തു, പക്ഷെ എത്ര ചർച്ച ചെയ്താലും തീരത്തില്ല. നമ്മൾ അതിന്റെ ആ രൂപ ലീലകളുടെ ചർച്ച അത് വളരെ മനോഹരമാണ്. അത് നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് തന്നിട്ട് നമ്മൾ ഒരു മാസം ചർച്ച ചെയ്തത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം, അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഭാഗവതം കൈവശമുള്ള 10ാമത്തെ സ്കന്ധത്തിൽ 21ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം എടുത്തു നോക്കാം. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാ ച തത്ക്വണിത വേണു വിഭക്തഗീതം ദേവ്യോ വിമാനഗതേ സ്മരനുന്നസാര വിനീവ്യ. ശ്രീല പ്രഭുവിന്റെ ട്രാൻസ്ലേഷൻ. കൃഷ്ണന്റെ സൗന്ദര്യ സ്വഭാവം എല്ലാ സ്ത്രീജനങ്ങൾക്കും ഉത്സവമായി ഭവിച്ചു. വിമാനത്തിലേറി ഭർത്താക്കാരോടൊപ്പം ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾ ഭഗവാനെ കാണുകയും
അദ്ദേഹത്തിന്റെ വേണുഗാനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ കാമദേവൻ അവരുടെ ഹൃദയങ്ങളെ ചഞ്ചലമാക്കുകയും അവരുടെ മുടിയിൽ ചൂടിയ പൂക്കൾ അടരുകയും മുടിക്കുത്ത് അഴിയുകയും ചെയ്യുമാറ് അവർ മോഹിതരാകുകയും ചെയ്യും. ഈ ഒരു ചോദ്യം ഉയരുന്നത്, ഈ ദേവസ്ത്രീകൾ വിമാനം ഉയരത്തിലാണ് പറക്കുന്നത്. നമ്മുടെ ഗോപികമാര് വൃന്ദാവനത്തില് അവരുടെ വീട്ടിലാണ്. അവർക്ക് എങ്ങനെ മനസ്സിലായി ഇത്? അവർക്ക് എങ്ങനെ മനസ്സിലായി? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ആർക്ക് എങ്ങനെ മനസ്സിലായി അവരുടെ പൂക്കൾ അഴിഞ്ഞു വീണു, മടിക്കുത്തഴിഞ്ഞു? ഇതൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലാകുന്നേ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഇത് നമുക്ക് സീക്രട്ടായിട്ടിരിക്കട്ടെ, അവിടെ നമുക്ക് അവസാനം പറയാം. ആരും പറയുന്നില്ല അതുകൊണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ശ്ലോകം വായിച്ചു. ഈ ശ്ലോകത്തിനെ കുറിച്ച് ശ്രീധർ സ്വാമി പറയുന്നത്, ശ്രീധർ കമന്ററി പറയുന്നതാണ്, കേ ചരിണാം ഭാഗ്യം അഭിക്കും വ്യക്തവ്യം. കേ എന്ന് പറഞ്ഞാൽ ആകാശം നമുക്കറിയാം. ചരിണ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന, ഭാഗ്യം അവരുടെ ആ ഭാഗ്യം, ഏതാ ഈ ദേവി ദേവതമാരുടെ ഭാഗ്യം. അഭിക്കും വ്യക്തവ്യം, എന്തതിനെ കുറിച്ച് പറയാനാണ്? അതിനെക്കുറിച്ച് ഉപമിക്കാനോ പറയാനോ ഉള്ള വാക്കുകളിൽ അത്ര ഭാഗ്യം ചെയ്തവരാണ്. കൃഷ്ണലീല കാണാം, നമുക്ക് ആലോചിക്കുക. ബാക്കിയുള്ള ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ ശ്ലോകം ആരംഭിക്കുന്ന അങ്ങനെ കൃഷ്ണ എന്നാണ് അല്ലെ. കൃഷ്ണ മീൻസ് എല്ലാവരെയും ആകർഷിക്കുന്നവര്. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ അവർ പറഞ്ഞത്, മാനുകൾ, പ്രത്യേകിച്ച് പെൺമാനുകൾ എങ്ങനെയാണ് കൃഷ്ണനെ കാണുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന വികാരം, അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആ ആസക്തി, അത് നമ്മൾ ആ ശ്ലോകത്തിൽ കണ്ടാണ്, 11ാം ശ്ലോകത്തിൽ കണ്ടാണ് അവരെങ്ങനെയാണ് കൃഷ്ണനിൽ ആകർഷപ്പെട്ടതെന്നൊക്കെ. ഈ ശ്ലോകത്തിൽ അവർ ദേവീദേവന്മാരുടെ ആകർഷണത്തെ കുറിച്ച് പറയുന്നു, പ്രത്യേകിച്ച് പത്നിമാരുടെ ആകർഷണത്തെ കുറിച്ച്. ഇവർ ദേവന്മാരെ കുറിച്ചല്ല പറയുന്നത്, ദേവന്മാരുടെ പത്നികളെ കുറിച്ചാണ് പറയുന്നത്, ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 11ാമത്തെ ശ്ലോകത്തില് അവര് മാനിനെ കുറിച്ച് പറഞ്ഞു. പെൺമാനികൾ എങ്ങനെയാണ് കൃഷ്ണനുമായിട്ട് ആകർഷണമായത്. 12ാമത്തെ ശ്ലോകത്തിൽ അവർ വളരെ ടോപ്പിലാ പോയത്. ഗോപികമാര് ദേവീദേവന്മാരെ പറഞ്ഞോണ്ടല്ല, അവരുടെ മടിക്കുത്തഴിഞ്ഞു, അവരുടെ പൂക്കൾ അഴിഞ്ഞു വീണു, ടോപ്പിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തോന്നിയത്, ഇത്തിരി കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. പരസ്പരം ചർച്ച ചെയ്ത് കാണും. ഉടനെ അടുത്ത ശ്ലോകത്തിൽ അവര് കാര്യം കൊണ്ടുവന്നു, പശുവിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ 13ാമത്തെ ശ്ലോകം. കാര്യം 11ാമത്തെ ശ്ലോകത്തിൽ മാനിനെ കുറിച്ച് പറഞ്ഞത് മാധുര്യ രസത്തിലാണ് പറഞ്ഞത്. 12ാമത്തെ ശ്ലോകത്തിൽ അവര് ദേവിമാരെ കുറിച്ച്, ദേവന്മാരുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് അത് മാധുര്യ രസത്തിൽ ടോപ്പിലായിപ്പോയി. ഉടനെ 13ാമത്തെ ശ്ലോകത്തിൽ ഇനിയും പശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് വാത്സല്യ രസത്തിൽ വന്നു. കാരണം ആ ഇച്ചിരി കുറയ്ച്ചിരി അതിന്റെ എന്താ പറയുക, അവരുടെ ആ ഉള്ളിലുണ്ടാകുന്ന ചൂടും കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ വികാരങ്ങളും അത് പ്രകടിപ്പിക്കുകയായിരുന്നു 12ാമത്തെ ശ്ലോകത്തിൽ. അത് കുറച്ച് താഴെ കൊണ്ടുവന്നു 13ാമത്തെ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം ഒരു പശുവിനെ കുറിച്ചാണ് വന്നത്. അതിനുശേഷം 2 ശ്ലോകം കഴിയുമ്പോൾ വനവാസി പെൺകുള്ളികൾ നദിയെ കുറിച്ച് പറയും, നദി ആകർഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് നേരെ പിന്നെ പോയത് കണ്ടു കഴിഞ്ഞ് വനവാസി പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന വികാരം, കൃഷ്ണന്റെ കാൽപ്പാടുകൾ കാണുമ്പോൾ അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി ധാരാളം വർണ്ണങ്ങൾ പറയാനുണ്ട്. അതൊക്കെ അവർ പറയുമ്പോൾ ചർച്ച ചെയ്തിട്ടാണ് പറയുന്നത്. അത് വേണ്ട, ഇത് വേണ്ട. അത് ശുഗോസ്വാമി അത് നമ്മളോട് പറയുന്നില്ല, കാര്യം സമയമില്ല ശുഗോസ്വാമിക്ക്. അപ്പൊ അതാണ് ഈ ശ്ലോകം കൃഷ്ണ എന്ന് പറഞ്ഞോട്ടെ. കാരണം കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആകർഷണം. അപ്പൊ ഇൻഡയറക്ട്ലി ആയിട്ട് ഗോപികമാർ പറയുന്നത്, നമ്മുടെ യശോദനന്ദൻ അല്ലെങ്കിൽ വൃജനന്ദൻ, നന്ദനന്ദനൻ എല്ലാവരും ആകർഷിക്കപ്പെടുന്നുണ്ട്. പശുക്കൾ ആകർഷിക്കുന്നു, മാനുകൾ ആകർഷിക്കുന്നു, വനവാസി പെണ്ണുങ്ങൾ ആകർഷിക്കപ്പെടുന്നു. ഇപ്പം മാനുകളെയൊക്കെ ആകർഷിക്കപ്പെടുന്നു പറയുമ്പോൾ ആരെങ്കിലും പറയും അത് മൃഗങ്ങളല്ലേ, പീക്കൊക്കെ ആകർഷിക്കപ്പെടുന്നു, അല്ലെ കുക്കും ആകർഷിക്കപ്പെടുന്നു. അവർക്കൊക്കെ വിവരമില്ല, അവർക്ക് ബോധമില്ല. അവർ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വലിയ ഇങ്ങനെയുള്ള ഇതൊന്നുമില്ല. അവർക്ക് ആ ഒരു ബോധമില്ല, വിവേചന ശക്തിയില്ല. ഭാര്യയെ വേറെ പോരുതല്ല, ഭർത്താവ് വേറെ പോരും, അതൊന്നും അവർക്കില്ല. അവര് മൃഗങ്ങളല്ലേ. ഉടനെയാണ് ഗോപശ്രീകളും ഇത് നേരെ പോയിട്ട് പറഞ്ഞത് ആരുടെയാ? ദേവന്മാരുടെ ഭാര്യമാരെ കുറിച്ച്. മോസ്റ്റ് ഇന്റലിജന്റ്, അതായത് ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും മോസ്റ്റ് ഇന്റലിജന്റ് ആരാണ്? ദേവന്മാരും ദേവികളുമാണ്, അവരുടെ ഭാര്യമാരുമാണ്. അവർക്ക് കൃഷ്ണനെ കാണുമ്പോൾ ആകർഷണം തോന്നും. അത് പറഞ്ഞപ്പോഴാണ് അവർ ഇച്ചിരി കൂട്ടി പറഞ്ഞത്. വെറും ആകർഷണമല്ല, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെയല്ല അവരുടെ ആകർഷണം. അതായത് അവരുടെ മുടി അഴിഞ്ഞു പോകുന്നു, മടിക്കുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ആകർഷണം വന്നിട്ട് എന്താ കുഴപ്പം? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും കൃഷ്ണനെ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളും ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവർക്കൊക്കെ കൃഷ്ണനെ ആകർഷിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം എന്താണ്? മരുഭൂമിയാണോ? ഞങ്ങളും ആകർഷിക്കപ്പെട്ടു പോയി. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? കാര്യം പലരും അമ്മമാരൊക്കെ ഇവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്നു. കല്യാണപ്രായ പെണ്ണ മിണ്ടായി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പെണ്ണ, ഭർത്താവ് ഉള്ളതാണ്, അന്യപുരുഷനുമായിട്ട് കാര്യം പറയുന്ന അങ്ങനെ. ഈ അമ്മമാരും അമ്മായിമാരും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് അവര് ഇപ്പം പറഞ്ഞത്
ദേവതമാരെ കുറിച്ച് പറഞ്ഞു. അതായത് അവർ പറഞ്ഞു, അപ്പൊ ഓരോ ശ്ലോകത്തിലും അവർ കൃഷ്ണന്റെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. ഉത്സവ രൂപശീലം, അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശേഷം ആ സുന്ദര രൂപത്താൽ അവർ ആകർഷിക്കപ്പെട്ടെ കുറിച്ച് പറഞ്ഞു. ദേവ്യ വിമാന ഗതയ സ്മര നുനസാര. അതായത് അവർ ആകർഷിക്കപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഹൃദയത്തിലെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം കാമദേവന്റെ അസ്ത്രത്താൽ അവരുടെ ഹൃദയത്തിലെ കാമദേവൻ അതായത് വളരെ ഭ്രമിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ ദേവസ്ത്രീകൾ ശരിയും തെറ്റും അറിയാവുന്നവരാണ്. അതായത് അവർ മോസ്റ്റ് ഇൻലിയാണ്, അവർ സന്മാർഗികളാണ്, അവർ ധർമ്മികളാണ്. അധർമ്മ മാർഗത്തിലോ അസാത്മിക മാർഗത്തിലോ പോകുന്നവരല്ല. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചത് കഴിഞ്ഞാൽ അവര് കൃഷ്ണനെ കണ്ടിട്ട് മോഹാലിസ്യപ്പെട്ടാണ് അവരുടെ ഭർത്താക്കന്മാരുടെ മടിയിലോട്ട് വീഴുന്നത്, ആ സൗന്ദര്യം കണ്ടിട്ട്. കാരണം ദേവി ദേവതമാരാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവര്. അപ്പൊ അതവർക്കറിയാം, ഞങ്ങളാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. അവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരുമാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. അപ്പൊ അവരുടെ കൺസെപ്റ്റ് അവിടെ വരെയേ ഉള്ളൂ, അതിനപ്പുറമില്ല. പക്ഷെ കൃഷ്ണന്റെ സൗന്ദര്യം കണ്ടപ്പോഴാണ് വിചാരിച്ചു ഇങ്ങനെയും സൗന്ദര്യം ഉണ്ടോ? കൃഷ്ണന്റെ കണ്ണുകൾ, കൃഷ്ണ മൂക്ക്, കൃഷ്ണന്റെ കവിളുകൾ, കൃഷ്ണന്റെ ചുണ്ടുകൾ, കൃഷ്ണന്റെ കൈകൾ, കൃഷ്ണന്റെ വിരലുകൾ, കൃഷ്ണന്റെ കാൽപാദങ്ങൾ, കൃഷ്ണന്റെ ആഭരണങ്ങൾ, വസ്ത്രങ്ങള്, ആ പുഞ്ചിരി, ആ ഓടക്കുഴലിന്റെ നാദം, ആ കുണ്ടലങ്ങൾ കിടന്ന് കിലുങ്ങുന്നത്, ആ ചുരുണ്ട മുടികള്, നല്ല നെറ്റി, ആ കണ്ണുകിടത്ത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവര് ഒരിക്കലും അത് സങ്കല്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവര് മോഹലസ്യപ്പെട്ട് അവര് തന്റെ ഭർത്താക്കന്മാരുടെ മടിയിൽ തകർന്നു വീണു. പ്രസൂന കബര മുഷു വിനീവ്യ. ഭ്രമിച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരുടെ മടിയിൽ മോഹാലിസ്യപ്പെട്ട് വീണുപോയി. അപ്പൊ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദേവസ്ത്രീകൾ ആദ്യം വിചാരിച്ചത് സ്വർഗത്തിൽ നിന്ന് വിശേഷ പുഷ്പങ്ങൾ പറിച്ചിട്ട് കൃഷ്ണ ഓഫർ ചെയ്യണം. അവർ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വന്ന വികാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ വിവിധതരം പൂക്കളുണ്ട്. അതായത് ഈ നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ലാത്ത പൂക്കൾ, പാരിജാതം ഭഗവാൻ കൊണ്ടുവന്നത് അറിയാമല്ലോ സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട്. അതായത് ഭൗതിക ലോകത്തിലോ, ഈ സ്വർഗം ഭൗതിക ലോകമാണ്, ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഇവിടെ ഇല്ലാത്ത ധാരാളം പൂക്കൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിന്റെ ഏറ്റവും നല്ല അതിന്റെ എന്താ പറയുക ഹയസ്റ്റ് ഇതിലായിട്ടുള്ള സൗന്ദര്യമുള്ളത്, മണമുള്ളത് അവിടെയുണ്ട്. അപ്പൊ ഒരു മനസ്സിൽ കൃഷ്ണനെ കണ്ട പറയൂ, ഭഗവാൻ എന്താ ഓഫർ ചെയ്യുന്നൊന്നുമില്ല, ഒന്നും സ്വർഗത്തിൽ നിന്ന് കുറച്ച് പൂ പറിച്ചുകൊണ്ട് ഭഗവാൻ ഓഫർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞപ്പോ തന്നെ അവര് മോഹലസ്യപ്പെട്ടു പോയി. പൂ ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പരമാത്മാ രൂപത്തിൽ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇതെല്ലാം. അപ്പൊ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഓടക്കുഴലിട്ട് ശർമ്മണ്ട് കളിക്കുകയാണെങ്കിലും ആകാശത്തിലെ ഈ ദൈവര് വന്നതും ഭഗവാൻ അറിയാം, അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാന് മനസ്സിലായി അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പൂ ഓഫർ ചെയ്യാൻ. പക്ഷെ അവര് മോഹലസ്യപ്പെട്ടു പോയി. കാരണം അവരുടെ ഉള്ളിലൊരു സുപ്താവസ്ഥയിലായി, കൃഷ്ണനെ കണ്ട മാത്രത്തിൽ അവർ സുപ്താവസ്ഥയിലായി പോയി. അപ്പൊ നൈസർഗികമായ കൃഷ്ണ പ്രേമം എല്ലാ ജീവാത്മാക്കളിലും ഉണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ജീവാത്മാക്കളിലും ഈ കൃഷ്ണപ്രേമമുണ്ട്. നമ്മുടെ ചൈതന്യ ചരിതാമത്തിൽ ഒരു ശ്ലോകമില്ലയോ, സാധു ലഭമാത്ര സാധു. അപ്പം ആ ഒരു സാധു വ്യക്തി, സാധു എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണഭക്തൻ, നല്ല ശുദ്ധനായ കൃഷ്ണഭക്തനായിട്ട് ഒരു നിമിഷമെങ്കിലും ആർക്കെങ്കിലും അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉദ്ധാർ പക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, സാക്ഷാൽ ഭഗവാനെ കാണാൻ പറ്റിയാലോ. അപ്പൊ ഇവിടെ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളുടെ ഉള്ളിലുള്ള അവരുടെ കൃഷ്ണപ്രേമം ഉണർന്നു പോയി. അപ്പൊ അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ അവർ അറിയാതെ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകുകയാണ്. അവരറിയുന്നില്ല, സന്തോഷം കൊണ്ട് കണ്ണുനീർ അറിയുന്നത്. കാരണം അവരുടെ ഒരു ഉന്മാദാവസ്ഥയിലാണ്, ഒരു സുപ്താവസ്ഥയിലായി. അവരുടെ ഉള്ളിൽ കൃഷ്ണപ്രേമം, ശുദ്ധ കൃഷ്ണപ്രേമം വന്നു കഴിഞ്ഞാൽ അഷ്ടവികാരങ്ങൾ വരും. അപ്പൊ ഇവരുടെ ശുദ്ധ കൃഷ്ണപ്രേമം, അവരുടെ ഉള്ളിൽ പ്രേമം ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അഷ്ടവികാരം ഉണ്ടായി. അവിടെ കരയാൻ തുടങ്ങി, അവർ മോഹലസ്യപ്പെട്ട് വീണു. ഇതെല്ലാം കൃഷ്ണൻ ഈ വൃന്ദാവനത്തിൽ ഓടക്കുഴലും വായിച്ചിട്ട് വേണുവും വായിച്ചിട്ട് കൂട്ടുകാരോടത്ത് കളിക്കുന്ന കൃഷ്ണൻ മനസ്സിലായി, ഇവരെനിക്ക് പൂക്കൾ ഓഫർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. കണ്ണൻ പറഞ്ഞ് സാരമില്ല, നിങ്ങളുടെ മുടിയിൽ ചൂടിയ പൂക്കൾ പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഭക്തന്മാരുടെ തരുന്ന എന്തും പത്രം പുഷ്പം ഫലം തോയം. ഭഗവാൻ ആ കണ്ണുനീര് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സ്വീകരിച്ചത് അഭിഷേകമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. അവരുടെ തലയിൽ വന്ന് വീണ പൂക്കൾ തന്നെ അർപ്പിക്കുന്നതായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. ഒരു ചെറിയ പുഞ്ചിരി മാത്രം കൃഷ്ണൻ ചെയ്തു അവിടെ നിന്നുണ്ട്. അപ്പൊ ആ ദേവസ്ത്രീകളുടെ തലയിൽ നിന്നും വീണ പൂക്കളും കണ്ണിൽ നിന്ന് ധാരധാര ഒഴി കണ്ണുനീരും ഭഗവാൻ അത് അഭിഷേകമായിട്ടും അർച്ചനയായിട്ടും സ്വീകരിച്ചു. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. നമ്മൾ മനസ്സ് തുറന്നൊന്ന് കൃഷ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിളി എന്തോന്ന് കേൾക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു വ്യക്തി കൃഷ്ണൻ.
ബാക്കിയുള്ളവർ കേൾക്കുന്ന എന്തെങ്കിലും മജു വിളിക്കുക. അമ്മ വിളിച്ചു കഴിഞ്ഞാൽ മക്കൾ കേട്ടില്ല ചീത്ത വിളിക്കുക, അതുകൊണ്ട് വിളിക്കാം. ഭർത്താവ് വിളിച്ച ഭാര്യയ്ക്ക് പേടി, അതുകൊണ്ട് എന്തോന്ന് കേൾക്കാം. ഭാര്യ വിളിച്ച ഭർത്താവിന് പേടി, അതുകൊണ്ട് എന്തോന്ന് കേൾക്കാം. പക്ഷെ കൃഷ്ണൻ അതല്ല. ഔട്ട് ഓഫ് ലവ്, കോസ്ലെസ് മേഴ്സി, ഒരു കാരണമില്ലാത്ത കൃപ. ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ആരെങ്കിലും എന്നെ ഹൃദയം കൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ചായിരുന്നെങ്കിൽ. പക്ഷെ നമുക്കൊക്കെ ഭൗതികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഒറ്റ നാരായണ വിളിയില് താങ്ക് യു പ്രഭു. അജാമിൽ ഒറ്റ നാരായണ വിളിയിൽ രക്ഷപ്പെട്ട് എന്തുകൊണ്ടാണ്? അവിടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു, നാമാപരാധമില്ലായിരുന്നു. നമ്മൾക്ക് നാമാപരാധം 10 നാമാപരാധത്തിൽ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ അവസാനത്തെ 10ാമത്തെ ഉണ്ടല്ലോ, ധ്യാൻപൂർവ്വ ജബ് ന കർണവി ഏക അപരാധം, അതെല്ലാം നമുക്കെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അപരാധം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുന്നില്ല. കൃഷ്ണമന്ത്രത്തിൽ നമുക്ക് ഈ ഭൗതികലോകത്തിൽ നിന്ന് പോകാൻ കഴിയും. ഒറ്റ കൃഷ്ണമന്ത്രത്തിൽ നമ്മൾ നാമാപരാധം ഇല്ലെങ്കിൽ. അപ്പൊ പറഞ്ഞതിന്റെ അത്ര ഈ ഭക്തരായ ദേവികളുടെ കണ്ണുനീരും പുഷ്പങ്ങളും ഭഗവാൻ സ്വീകരിച്ചു. അപ്പൊ അവരെ അറിയാതെയാണ് അവരുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി സന്തോഷം കൊണ്ട് കണ്ണുനീരൊഴുകായിരുന്നു. അപ്പൊ അവർ ഈ ഭർത്തക്കന്മാരുടെ മടിയിൽ വീഴുമ്പോൾ ഒരു ഉന്മാദ അവസ്ഥയിലായിരുന്നു. അപ്പൊ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, ഈ ദേവസ്ത്രീകൾ ഭഗവാന്റെ വൃന്ദാവനിൽ കാണാനാണ് വിമാനത്തിൽ അവിടെ വന്നത്. അവരറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്, യാദൃച്ഛികമല്ല. അപ്പൊ അവിടെ ഭഗവാൻ സമർപ്പിക്കാനായിട്ടാണ് അവർ പലതരം പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പം അവര് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് ആചാര്യന്മാർ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അവർ ആഗ്രഹിച്ചെന്ന് പറയും, പക്ഷെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവർ ഇത് ലീലകൾ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പം പക്ഷെ അവരുടെ ഉന്മാദാവസ്ഥയിൽ അവർക്ക് അത് കഴിഞ്ഞില്ല. പക്ഷെ അത് ഭഗവാൻ സ്വീകരിച്ചു. അതാണ് ഭഗവാന്റെ ഭക്തവത്സലത. അപ്പൊ ഇവിടെ ഒരു കാര്യം വരുന്നത്, ഗോപികമാർ പറഞ്ഞത് കൃഷ്ണന്റെ ആകർഷകമായ 3 കാര്യങ്ങളാണ്. രണ്ടെണ്ണം നമുക്ക് ഗോചരങ്ങളാണ്, അതായത് രൂപവും ശീലവും നമുക്കാണ്. എന്നാൽ 3ാമത്തെ ശീലം അത് ഗോചരമല്ല. പിന്നെ എങ്ങനെയാണ് കൃഷ്ണനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ശീലം അഥവാ സ്വഭാവം ദേവസ്ത്രീകൾക്ക് മനസ്സിലായത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. അതായത് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് 1 ഭഗവാന്റെ രൂപം, 2 ഭഗവാന്റെ ശീലം, 3 ഭഗവാന്റെ വേണുഗാനം. ഇത് 3 ആണ് ഈ ദേവസ്ത്രീകളെ ആകർഷിച്ചത്. അതില് രൂപം കാണാൻ പറ്റും, ഭഗവാന്റെ രൂപം കാണാൻ പറ്റും, അത് ഗോചരമാണ്. വേണുനാഥം കേൾക്കാൻ പറ്റും, അതും ഗോചരമാണ്. ശീലം അല്ലെങ്കിൽ സ്വഭാവം അത് കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവർക്ക് എങ്ങനെയാണ് അവർ ശീലത്തിൽ ആകർഷണമായത്? ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ശീലം എന്നുള്ള വാക്കിന് നമ്മൾ സ്വഭാവം എന്നുള്ള അർത്ഥം കൽപ്പിക്കുക. ഇപ്പം ഒരു വ്യക്തി നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മളെ ആകർഷിക്കുന്നത്? അപ്പൊ ഇവിടെ സ്വഭാവമാണ് അവർ ദേവസ്ത്രീകൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതാണ് വളരെ മനോഹരമായിട്ട് നമ്മുടെ ആചാര്യന്മാർ അത് വർണ്ണിക്കുന്നത്. അതായത് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്താണ്? ആധ്യാത്മിക ഗുരുവിന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മളെ കൃഷ്ണനിലേക്ക് നമ്മുടെ ആകർഷണം കൊണ്ടുപോകാം. അതെങ്ങനെയാകാം? ഉപദേശത്തിൽ കൂടെ ആകാം, ഭാഗവത്തിൽ കൂടെ ആകാം, സേവയിൽ കൂടെ ആകാം, ഗുരുസേവയിൽ കൂടെ ആകാം, വപുസേവയിൽ കൂടെയോ വാണിസേവയിൽ കൂടെ, എങ്ങനെയായാലും നമ്മളുടെ ഹൃദയത്തെ കൃഷ്ണനിലേക്ക് എത്തിക്കുക, നമ്മുടെ മനസ്സിനെ കൃഷ്ണനിലേക്ക് എത്തിക്കുക. അതാണ് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ആചാര്യനെ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കുന്നത് കാരണം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതാണ് ഒരു ഗുരുവിനെ നമുക്ക് ശീലവാൻ എന്ന് വിളിക്കാം. ശീലവാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സദാചാരി. സദാചാരി എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? ഏറ്റവും നല്ല സ്വഭാവത്തോടു ആചരിക്കുന്നവൻ, അതായത് പറയുന്നത് പോലെ ജീവിക്കുന്നവൻ. പലരും എന്താണ് ഉപദേശങ്ങൾ കൊടുക്കും, പക്ഷെ പ്രവർത്തിക്കുന്നത് വേറെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കുന്നത് വേറെയായിരിക്കും. എന്നും ഭാഗവതം വായിക്കണം, പക്ഷെ സ്വന്തമായിട്ട് വായിക്കില്ല. നമ്മുടെ ആചാര്യന്മാര്, നമ്മളുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയുന്നു അത് അവരുടെ ശീലം, സ്വഭാവം അതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി നല്ല ശീലവാൻ അല്ലെങ്കിൽ അവർക്ക് വേറൊരു വ്യക്തി കൃഷ്ണനിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പൊ കൃഷ്ണനിലേക്ക് ആരെത്തിക്കുന്നോ അവർ നല്ല ശീലവാനായിരിക്കും. ഏതൊരു ഗുരു ആയാലും ആ ഗുരു നല്ല ശീലവാനാണെങ്കിൽ മാത്രമേ ഒരു ബദ്ധ ജീവാത്മാവിനെ മുക്ത ജീവാത്മാവാക്കാൻ കഴിയൂ. പറഞ്ഞത് മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? ഹരിബോൾ, ഹരിബോൾ. മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. മനസ്സിലായല്ലോ? അപ്പം
ഒരു ജീവാത്മാവിനെ കൃഷ്ണനിലേക്ക് ആരെത്തിക്കുന്നു ആ വ്യക്തി ശീലവാനാണ്. ഇവിടെ ഈ ഗോപസ്ത്രീകളെ കൃഷ്ണനിലേക്ക് എത്തിച്ചതാരാണ്? സ്വയം കൃഷ്ണനാണ്, വേറെ ആരും എൻ്റെ ഇടയ്ക്കില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം കൊടുത്ത വ്യക്തി ശീലവാനാണ്, അതവർക്കറിയാം. അപ്പൊ ഇവിടെ കൃഷ്ണൻ തന്നെ എത്തിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ ഈസ് ശീലവാൻ. ശീലവാന്റെ ഉറവിടം, ശീലങ്ങളുടെ, സ്വഭാവങ്ങളുടെ, സദാചാരങ്ങളുടെ ഉറവിടം കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണന്റെ ശീലത്തെ സംശയിക്കേണ്ട കാര്യമില്ല. കാര്യം എവിടുന്നല്ല എന്തെല്ലാം സ്വഭാവം വരുന്നത് അത് കൃഷ്ണൻ നിന്നാണ് വന്നിരിക്കുന്നത്. സദാചാരികളുടെ സദാചാരം കൃഷ്ണൻ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഗുരുക്കന്മാരുടെ സ്വഭാവം കൃഷ്ണൻ നിന്നാണ് വന്നിരിക്കുന്നത്. ആ കൃഷ്ണൻ നമ്മളെ കൃഷ്ണനിലേക്ക് തന്നിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണൻ സദാചാരിയാണ്, ശീലവാനാണ്. അതുകൊണ്ടാണ് അവർ രൂപശീല എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ശ്രുത്വാച കൊണിത വേണു വിഭക്ത ഗീതം, അതായത് ആ ഭഗവാന്റെ വിഭക്ത ഗീതം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റമില്ലാത്ത, ഒരു തെറ്റില്ലാത്ത ആ വേണുനാഥം. അത് വിഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധുര്യം ഒരർത്ഥമുണ്ട്. അത് ഗോപികളെ സംബന്ധിക്കുന്നത് മാത്രമാണ്. നോക്ക്, ഭഗവാൻ എല്ലാ ഭാഷകളും സംസാരിക്കാൻ കഴിയും, എല്ലാ ലാംഗ്വേജുകളും അറിയാം ഭഗവാന്. ഏത് കിളിയുടെയും മരത്തിന്റെയും മരങ്ങളും സംസാരിക്കുക, എല്ലാ ഭാഷകളും അറിയാം, എല്ലാ ടോണുകളും അറിയാം. കാരണം എല്ലാം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും, അതായത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജീവാത്മകളെയും ഭഗവാനിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. കാരണം അവർ ആദാൻ പ്രദാനം ചെയ്യാൻ കഴിയും. പീക്കൊക്കെ ഇടുന്നിട്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തിരിച്ച് ഹരേ കൃഷ്ണ എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഭഗവാൻ പറയാൻ കഴിയും കാം വാ എൻ്റെ വീട്ടിൽ വാന്ന്. കാരണം ഇവർക്കൊക്കെ ആദാൻ പ്രദാനം ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ഒരു ഭാഷ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. അതെന്താ സൈലൻസ്? കാരണം നമ്മുടെ ഉള്ളിൽ പരമാത്മാ രൂപത്തിലേക്കുന്ന ഭഗവാൻ നമുക്ക് ആദാൻ പ്രദാനം ചെയ്യുന്നുണ്ട്. ഭഗവാൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. സൈലൻസിലാണ്, ഒന്നും മിണ്ടുന്നില്ല നമ്മളോട്. സൈലൻസിൽ നമ്മളോട് എങ്ങനെയാണ് ആദാൻ പ്രദാനം ചെയ്യുന്നത്? നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആധ്യാത്മിക കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നുമ്പോൾ മനസ്സിനൊരു പ്രേരണ വരും, വേണ്ട അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് എവിടുന്നാ വരുന്നത്? ഇത് പരമാത്മ രൂപത്തിൽ ഭഗവാനാണ് വരുന്നത്. തേഷാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവ്വ ദദാമി ബുദ്ധിയോഗം തം മേന ഉപയാന്തിതേ. ഭഗവത്ഗീത 10:10. അതായത് ഏതൊരു വ്യക്തി തേഷാം എന്നെ സതതയുക്താണ്, എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഞാൻ എന്നിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിയോഗം കൊടുക്കും. പിന്നെ എവിടെയെങ്കിലും ഭാഗവതം ക്ലാസ്സിൽ പോകണോ, ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകണോ, സേവയ്ക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ 2 ഉത്തരം നമ്മുടെ ഉള്ളിൽ വരണം. പോകണ്ട, ഇന്ന കാരണം കൊണ്ട് പോകണ്ട, ഇന്ന കാരണം കൊണ്ട് പോകുമ്പോൾ ശരി തിരഞ്ഞെടുക്കേണ്ട ബുദ്ധി നമുക്ക് തരുന്നത് ഈ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാനാണ് അത് പോ അല്ലെങ്കിൽ പോകണ്ടെന്ന്. അപ്പൊ നമ്മൾ നോക്കണം, ഇപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം മായയും കളിപ്പിക്കാം നമ്മളെ, യോഗമായയും പറയും, മഹാമായയും പറയും. അപ്പൊ ശരി ഏത് തെറ്റെന്നറിയണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നോ ആ പ്രവൃത്തിയാണോ, ആ ചെയ്യാതിരിക്കുമ്പോഴാണോ ഞാൻ കൃഷ്ണനിലേക്ക് കൂടുതൽ എടുക്കുന്നത്, കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇത് നമ്മൾ നോക്കണം. നോക്കിയാണ് നമുക്ക് മനസ്സിലാവും പരമാത്മാവ് തരുന്ന ഉപദേശം ഏതാണ്, സാക്ഷാൽ മായാദേവി തരുന്ന ഉപദേശം ഏതാണ്. അവിടെ നമ്മൾ കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ, നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ സീനിയർ ഡിവോട്ടിയെ കൺസൾട്ട് ചെയ്യണം. അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ കഴിയും. അവിടെ പരമാത്മാവല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് സമയത്ത് നമ്മൾ സീനിയർ ഡിവോട്ടി അപ്രോച്ച് ചെയ്യുന്നോ, ശിക്ഷ ഗുരുക്കന്മാരെ അപ്രോച്ച് ചെയ്യുന്നോ, ആ സമയം പരമാത്മാ അവരുടെ ഉള്ളിൽ പരമാവധി ഓക്കെ ഇയാൾക്ക് മനസ്സിലായിട്ടില്ല, ഇവയെ പറയിപ്പിക്കാം, സീനിയറെ കൊണ്ട് പറയിപ്പിക്കാം. അത് അവരുടെ ഉള്ളിൽ പരമാത്മാവ് അവർക്ക് ചേതന കൊടുക്കും, ഈ കറക്റ്റ് ആൻസർ നമുക്ക് തരാൻ. അപ്പൊ ഈ ഭഗവാന്റെ രൂപവും ശീലവും വീണുഗതവും മനസ്സിലാക്കിയിട്ട് ദേവ്യ വിമാനഗതയ സ്മരണ സാര, അതായത് ശ്രീധർ ഗോസ്വാമി, ജീവ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, ബൽദേവ് വിദ്യാഭൂഷൺ, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ഇവരെല്ലാവരും ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏത്? ദേവ്യ വിമാനഗതയ സ്മരണ സാര. അപ്പൊ സത്യത്തിൽ ഈ ഗോപികമാർ എന്താണ് പറയുന്നത്? എന്തിനാണ് അവർ ദേവതമാരെ കുറിച്ച് പറയുന്നത്? യഥാർത്ഥത്തിൽ അവർ പറയുകയല്ല, പിന്നെയോ ഇത് നമ്മുടെ ആചാര്യന്മാരെ പറഞ്ഞാണ്. ഇവർ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഹേ ബ്രഹ്മാജി, എന്തിനാണ് ഞങ്ങളെ ഇവിടെ ഈ മനുഷ്യ കുലത്തിൽ അല്ലെങ്കിൽ ഗോപികമാരായിട്ട് വൃന്ദാവനത്തിൽ സൃഷ്ടിച്ചത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഈ ഗോപികമാരായിട്ട് ഞങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചത്? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ജനനം താഴെയല്ല മുകളിലുമല്ല. പക്ഷെ താഴെയുള്ള പ്ലാനറ്റിലും അല്ല, മുകളിലുള്ള പ്ലാനറ്റിൽ ഇടയ്ക്കുള്ള പ്ലാനറ്റിലാണ്, മധ്യത്തിലായിപ്പോയി. താഴെയുള്ള യോനിയിൽ അല്ലെങ്കിൽ മുകളിലുള്ള താഴെയുള്ള പ്ലാനറ്റിലല്ല, താഴെയുള്ള യോനിയിൽ, അതായത് നമ്മളെക്കാൾ താഴെയുള്ള യോനികൾ എന്ന് പറയുന്നതൊക്കെയാണ് മൃഗങ്ങളുടെയും മരങ്ങളുടെയൊക്കെയാണ്. നമ്മളുടെ മുകളിലുള്ളത് ദേവീ ദേവതമാരാണ്.
അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഈ ഇടയ്ക്കെന്താ ജനിപ്പിച്ചത്, ഞങ്ങൾക്ക് അതുകൊണ്ട് നിർഭാഗ്യമാണ്. ആ നിർഭാഗ്യം ഞങ്ങൾക്ക് ഈ മൃഗയോനി കിട്ടിയാൽ മതിയായിരുന്നു. മാനായിട്ടോ പീക്കോക്കായിട്ടോ അല്ലെങ്കിൽ പക്ഷിയുടെയായിട്ടോ ആയിരുന്നു. സദാസമയം ഞങ്ങൾക്ക് കൃഷ്ണനോട് അടുത്ത് പോകാമായിരുന്നു. അപ്പോ എങ്ങനെയാണ് അവർ പോകുന്നത്? മാനുകൾ എങ്ങനെയാ പോയത്? ഹരണിയായിട്ടാണ് പോയത്. ഹരണിയും മാൻപേടിയായിട്ടാണ് പോയത്. അതായത് അവരുടെ ഭർത്താക്കന്മാരുടെ ഒപ്പമാണ് പോയത്. അതല്ലെങ്കിൽ ഞങ്ങൾ ഈ ദേവസ്ത്രീകളായിട്ട് മതിയായിരുന്നു. അവർക്കും അവരുടെ ഭർത്താക്കന്മാരോട് ഒത്തു വരാൻ കഴിയുന്നു. ഏത് സമയത്ത് അവര് കൃഷ്ണനെ കണ്ടിട്ട് അനുരാഗവശാൽ, അവരുടെ ഉള്ള കാമതാപത്താൽ, കൃഷ്ണപ്രേമത്താൽ അവർക്ക് ബോധക്ഷയമുണ്ട്. അവരുടെ ഭർത്താക്കന്മാരുടെ വടിയിൽ വീണപ്പോൾ അവർ സാന്ത്വനിപ്പിക്കുമായിരുന്നു. സാരമില്ല, അതാ ഭഗവാൻ അവിടെ നിൽക്കുന്നു, വീണ്ടും കാണാവുന്നു. പക്ഷെ ഞങ്ങളുടെ ഭർത്താക്കന്മാരോ? കൃഷ്ണൻ നോക്കിയ കുറ്റം, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞ കുറ്റം. എപ്പോഴെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുന്നത്, എന്തോ നീ തൂക്കിയാക്കറിയേ കൃഷ്ണക്ക് പറയുമ്പോൾ സോച്ചരേ, എപ്പോഴും നിങ്ങൾക്ക് കൃഷ്ണനെ കുറിച്ച് ഓർക്കാനുള്ളോ, കൃഷ്ണനെ കുറിച്ച് പറയാനുള്ളോ? അപ്പൊ ഞങ്ങൾക്ക് ഈ നിർഭാഗ്യപരമായ ജന്മം എന്തിനാണ് തന്നത്? അതിനാണ് ഇവർ ഇതെല്ലാം പറയുന്നത്. ഇവർ കൃഷ്ണ ഭഗവാൻ, ഇത് നമ്മുടെ ആചാര്യനോട് പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇവിടെ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ വിമാനത്തിൽ പോകുന്ന ദേവന്മാരുടെ പത്നിമാര് ചിന്തിക്കുന്നത് ഈ ഗോപസ്ത്രീകൾ എത്ര ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നത്. അവർ വൃന്ദാവനത്തിൽ ജനിച്ചു, അവർക്ക് ദിവസവും കൃഷ്ണനെ കാണാം. അറ്റ്ലീസ്റ്റ് കൃഷ്ണ ദിവസവും കാണാം, രാവിലെയും വൈകിട്ട്. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൃഷ്ണനോട് സംസാരിക്കാം. ഭാഗ്യം കെട്ട ജന്മം ഞങ്ങളുടേതാണ്. ഇത് ദേവന്മാരുടെ ഭാര്യമാർ ചിന്തിക്കുന്നു, അടുത്ത ജന്മത്തിൽ ഈ വൃന്ദാവനത്തിൽ ഏതെങ്കിലും ഒരു ഗോപികമാരായിട്ട് ഞങ്ങൾക്ക് ജനിച്ചാൽ മതി. അവർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഗോപികമാർ പറയുന്നതോ, അതൊക്കെ കൃഷ്ണപ്രേമത്തിന്റെ ആ രസം ഒന്ന് നോക്ക്, എത്രയായാലും തൃപ്തിയാകത്തില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കഴിച്ചാൽ നമുക്കൊരു ഒരു ലെവൽ കഴിയുമ്പോൾ കഴിക്കാൻ പറ്റില്ല, തൃപ്തിയായി. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് മടക്കി വെക്കും. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കൃഷ്ണഭക്തിക്ക് മാത്രം ലിമിറ്റേഷൻ ഇല്ല. എല്ലാത്തിനും റിട്ടയർമെന്റ് ഉണ്ട്. കൃഷ്ണഭക്തി റിട്ടയർമെന്റ് ഇല്ല. നിങ്ങൾ 101 വയസ്സ് ജീവിച്ചോ, 101 വയസ്സ് വരെ നാമം ജീവിച്ചോ, നോ റിട്ടയർമെന്റ്. ഇവിടുത്തെ ആനന്ദത്തിന്, മാധുര്യത്തിന് സീമയില്ല. സീമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അതിർത്തിയില്ല, ഒരു ലിമിറ്റ് ഇല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഏറ്റവും ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത്, സൃഷ്ടിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത് ഗോപികമാരാണെന്ന്. ആ ഗോപികമാർ പറയുന്നത് ഏറ്റവും നിർഭാഗ്യവാരം ഞങ്ങളാണ്. എന്തുകൊണ്ട്? അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കൃഷ്ണനോട് അടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. എന്താ രസം നോക്കി അവർ പറയുന്നത്. അതേസമയം ഇവർ പറഞ്ഞ അടുത്ത ജന്മത്തിൽ ഞങ്ങൾക്ക് ദേവസ്ത്രീയായിട്ടെങ്കിലും ജനിച്ചാൽ മതി, ഭർത്തകന്മാരോടൊപ്പം ഒന്ന് കൃഷ്ണനെ കാണാമല്ലോ. ദേവസ്ത്രീകൾ പറഞ്ഞ അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങൾക്ക് ഗോപികമാരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഈ ഗോപികമാർ എന്താണ് ചിന്തിക്കുന്നത്? ദേവിയോ വിമാനഗതയ, ഈ ദേവിമാരൊക്കെ വിമാനത്തിലാണ്. അതുപോലെ തന്നെ ഈ മാനുകളും വന്നവരുടെ ഭർത്താക്കന്മാരോടകത്താണ്. അപ്പൊ എല്ലാവരും വരുന്നത്, കൃഷ്ണനെ കാണാൻ വരുന്നത് അവരുടെ ഭർത്താക്കന്മാരോടകത്താണ്. പക്ഷെ നമ്മളുടെ ഭാഗ്യഹീനത ഒന്ന് നോക്കിക്കേ, നമുക്ക് ഭർത്താക്കന്മാരോടൊപ്പം പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് കൃഷ്ണനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ജന്മം നിർഭാഗ്യകരമായ ജന്മമാണ്. അപ്പോ അതായത് ഗോപികമാര് അവരുടെ ഈ മാന്റെ ഭാഗ്യം, അതായത് മാന്റെ ഭാഗ്യം, പിന്നെ അവർ പറയുന്നത് നമുക്ക് കൃഷ്ണനെ കാണുമെങ്കിൽ പാത്തും പതിനും കൃഷ്ണന്റെ അടുക്ക പോകണം. ഇവിടെ ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ മാനുകളുടെ വീട്ടിൽ ചെന്നു മാനിന് ദർശനം കൊടുക്കാൻ. മാനുകളുടെ വീടെന്ന് പറയുന്നത് വനം. വനത്തിൽ ചെന്നിട്ട് ആ മാന്യ ഓടക്കുഴൽ വേണുനാഥത്തെ കൂടെ വിളിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവിക്ക് ഇതിനേക്കാൾ ഭാഗ്യം കിട്ടാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ വീട്ടിൽ കൃഷ്ണൻ വരുമോ? അപ്പൊ നമ്മളെക്കാൾ ഭാഗ്യം ചെയ്തവരാണ് ഈ മാനുകൾ. കൃഷ്ണൻ അവരുടെ വീട്ടിൽ പോകുന്നു മാത്രമല്ല, വേണുനാഥത്തിൽ കൂടെ അവരെ വിളിക്കുന്നു. എന്താ ഭാഗ്യം! അപ്പൊ അതായത് എന്നിട്ട് അവർ വരുന്നതോ അവരുടെ ഭർത്താക്കന്മാരോടൊത്ത്. അതായത് ഈ സ്ത്രീകളെ നോക്ക്, അവര് വൃന്ദാവനത്തിൽ ജനിച്ചിട്ടില്ല. നമ്മൾ വൃന്ദാവനത്തിൽ ജനിച്ചതാണ്. അവര് വൃന്ദാവനത്തിൽ ജനിച്ചിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാർ അവരെ കൊണ്ടുവന്ന് കൃഷ്ണനെ കാണിക്കുന്നു. നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളെ കൊണ്ടുവരണ്ട, നമ്മൾ തന്നെ പോയിക്കണം, അതിനുള്ള അനുവാദം പോലും നമുക്കില്ല. അതായത് അവര് ഈ ദേവിമാര് സുപ്രീം എക്സ്റ്റസിയില് അവരുടെ ഭർത്താക്കന്മാരെ പുഞ്ചിരിക്കുകയാണ്, അവരുടെ ഭർത്താക്കന്മാരെ സാന്ത്വനപ്പെടുത്തുകയാണ്, അവരുടെ ഭർത്താക്കന്മാരെ വീണ്ടും പറയാണ്, കൃഷ്ണനെ കാണാൻ വേണ്ടി പറയാണ്.
നമ്മൾ ഹതഭാഗിനി, മിസ്ഫോർച്യൂണേറ്റ് ആണ്. അതായത് ഈ സ്ത്രീ ശരീരം, പുരുഷൻ ഒന്നുമില്ല, നമുക്ക് ആ ഗോപന്മാരായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി താഴെ പോയി മാനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി മുകളിൽ പോയിട്ട് ദേവസ്ത്രീകളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ വൃന്ദാവനത്തിൽ നമുക്കൊരു മെയിൽ ബോഡി ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴും കൃഷ്ണനോടൊത്ത് കളിക്കാമായിരുന്നു, കൃഷ്ണനോട്ട് അടി കൂടാമായിരുന്നു, കൃഷ്ണനെ കാണാമായിരുന്നു, കൃഷ്ണനോടൊത്ത് ആഹാരം കഴിക്കാമായിരുന്നു. നമ്മൾ എന്ത് ഭാഗ്യഹീനകളാണ്, എന്ത് എന്ത് ജന്മമാണ് നമ്മളുടെ. അപ്പൊ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഗോപികമാരെയാണ്. അവരെത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, എത്ര ഭാഗ്യവതികളാണെന്ന് നമ്മൾ പറയുന്നത്. അവര് പറയുന്നത് നമ്മളുടെ ജന്മം പാഴായിപ്പോയി. ഇതാണ് കൃഷ്ണഭക്തിയുടെ ടോപ്പ് മോസ്റ്റ്. അപ്പൊ ഈ ശ്ലോകങ്ങളിലൊക്കെ ഈ ഗോപികമാർ ഇൻഡയറക്ട്ലി അവരുടെ മനസ്സിലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. 11ാമത്തെ ശ്ലോകത്തിൽ അവർ മനസ്സിലൂടെ പ്രേമപൂർവമായ കടാക്ഷങ്ങളിലൂടെ ഈ മാനികൾ കൃഷ്ണനെ പൂജിക്കുകയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അവരുടെ ഉള്ളിലെ കാര്യം, അവർ ഈ കൃഷ്ണൻ ദൂരെ നിന്ന് കാണുമ്പോൾ, രാവിലെ പോകുമ്പോൾ വൈകിട്ട് വരുമ്പോൾ ദൂരെ നിന്ന് പ്രേമ കടാക്ഷത്താൻ, അത് നമ്മൾ പലയിടത്തും വർണ്ണിച്ചിട്ടുണ്ട്. അവർ നോക്കുന്നു, ഭഗവാൻ അവരെ തിരിഞ്ഞു നോക്കുന്നു. അവർ ചെയ്യുന്ന കാര്യം അവർ മാനിനെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞില്ലേ, അവർ ചെന്നപ്പോ ഈ മാൻ ചെന്ന് ഭഗവാന്റെ കാലിൽ നോക്കിയിട്ട് പ്രേമ കടാക്ഷത്തോടെ ഭഗവാനെ പൂജിച്ചെന്ന്. ഇത് ഇവർ തന്നെ ചെയ്യുന്ന കാര്യം ഇവരതിന് മാനിൽ കൂടി പറയുകയാണ്. ആര്? ഗോപികമാര്. അവരുടെ ഉള്ളിലെ പ്രേമം മാധുര്യരസത്തിനായിട്ട് അങ്ങനെ അണപൊട്ടുകയാണ്. മാധുര്യരസത്തിന് അണപ്പൊട്ടി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ ഈ ഓർക്കുകയാണ് ഓരോന്നോരോന്നോരോന്ന്. അവരുടെ ഉള്ളിൽ കൃഷ്ണനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം, അവരുടെ കൃഷ്ണനെ കാണുമ്പോഴുള്ള ഭാവന, അത് ഒഴുകി വരും. അവർക്ക് നേരെ പറയാൻ പറ്റുന്നില്ല കാര്യം. സുഗോസ്വാമി എഴുതും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മാനിനെ പിടിച്ചു, മാനിനെ കൊണ്ട് പറയിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ ഈ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ അവർ ദേവസ്ത്രീകളെ കൂട്ടിപ്പിടിച്ചത്. അപ്പൊ കൃഷ്ണനെ കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്, ഈ ഗോപികമാർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ദേവസ്ത്രീകളുടെ പൂക്കൾ വീണോ, അവര് മത്സ്യപ്പെട്ടു വീണോ എന്ന് അവർക്കറിയില്ല, അവർ കാണുന്നില്ല. ദേവസ്ത്രീകൾ വിമാനത്തിൽ വരാറുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ അവര് അവിടെ സംഭവിച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടുമായിരിക്കും, അല്ലെ അവർക്കറിയാം, അവർക്കെല്ലാം അറിയാം. അവരിപ്പോ ഗോപികാഗത്തിൽ അവർ പറയുന്നുണ്ട്, കൃഷ്ണൻ ആരാണ് പറയുന്നുണ്ട്, നകുലു ഗോപികോ നന്ദനോ ഭവനഖില ദേഹന മന്ദരാത്മ നിൽക്കുന്ന സോത്തി അവർ പറയുന്നുണ്ട് ആരാണ്. അപ്പൊ അവർക്കെല്ലാം അറിയാം, ഉൾക്കാഴ്ചയുണ്ട്. അവർ ശുദ്ധ ഭക്തരാണ്, അവര് എറ്റർണൽ സച്ചിദാനന്ദ രൂപത്തിലുള്ളവരാണ്, അവർക്കെല്ലാം അറിയാം. സച്ചിദാനന്ദ രൂപത്തിലെ എല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ അവർ പറഞ്ഞാൽ കൃഷ്ണനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ പ്രേമത്തിന്റെ അഗ്നി കത്തിയിട്ട് അവർക്ക് മുഖാലിസ്യം വരാറുണ്ട്. അവരുടെ തലയിലെ പൂക്കൾ, ശരീരം പറയ്ക്കുന്ന തലക്ക് പൂക്കൾ പോരാറുണ്ട്. അവരുടെ ഉള്ളിൽ കാമതാപം കൂടുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകാറുണ്ട്. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ അവസാനം പറയാൻ രഹസ്യം എന്ന് പറഞ്ഞിട്ട്, ഇതാണ് സത്യം. ഇത് നമ്മളുടെ ആചാര്യന്മാര് പറയുന്നതാണ്. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ ഓർത്തത്, ഇത്രയും വേണ്ടായിരുന്നു, ഇത്തിരി കൂടിപ്പോയി നമ്മുടെയൊക്കെ വസ്ത്രം. അപ്പൊ ഉടനെ അവർ അടുത്ത തൊട്ടം തന്നെ അവര് പശുവിന്റെ കാര്യം പറയുന്നത്. കാര്യം മാധുര്യ രസത്തിൽ നേരെ വാത്സല്യ രസം, എല്ലാവരുടെ അട്രാക്ഷൻ ഇനിയും മാറിപ്പോകും. വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൃഷ്ണനോടുള്ള പ്രേമത്തിന് അവർ ജസ്റ്റിഫൈ ചെയ്യാണ്. മാൻ, പശു, ദേവസ്ത്രീകൾ, വനവാസികൾ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ നദികള്, പർവ്വതം, ഇവരെയൊക്കെ കൃഷ്ണൻ ആകർഷിക്കപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ തന്നെ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയാണ്, ആർക്കെങ്കിലും കൃഷ്ണനോട് പ്രേമം തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആൾ അട്രാക്റ്റഡ് ആണ്. കൃഷ്ണനിൽ അട്രാക്ഷൻ ആകാതിരിക്കാൻ ആർക്കും കഴിയില്ല. വിമാന ഗത എന്ന് പറയുന്നതിന് ഒരർത്ഥവും കൂടി നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ദേവസ്ത്രീ കൃഷ്ണനിൽ നിന്നും ഒത്തിരി അകലെയാണ്. അതിനാൽ അവർക്ക് കൃഷ്ണന്റെ വിരഹവേദന, അതായത് വിമാനഗത എന്നാൽ അത് നമ്മൾ ഈ വൃന്ദാവനത്തിൽ ഏതാനും മണിക്കൂർ മാത്രമാണ് കൃഷ്ണനെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് നമ്മൾ തീവ്രമായി വേറെ അനുഭവിക്കുന്നു. അതായത് നമുക്ക് കൃഷ്ണനെ കാണാൻ കഴിയാത്തത് കുറച്ചു നേരത്തെ കാണും, എന്നിട്ട് നമ്മൾ വിരഹവേദന അനുഭവിക്കുന്നു. ഈ ദേവസ്ത്രീകൾ ഒത്തിരി ദൂരെയാണ്. അപ്പൊ വിമാനഗത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് വേണ്ടി പറയാണ്. അപ്പൊ അവരുടെ മിസ്ഫോർച്യൂണോ, അവരുടെ നിർഭാഗ്യമോ, അതായത് വളരെ മനോഹരമായിട്ടാണ് അവർ പറയുന്നത്. രണ്ടർത്ഥമാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഒന്ന്, വിമാനഗത എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ വന്നു. അതിനോടൊപ്പം തന്നെ ഈ ഗോപസ്ത്രീകൾ പറയുന്നത്, നമ്മൾ ഏതാനും മണിക്കൂറുകളുണ്ട് കൃഷ്ണനെ കാണാതിരിക്കാം. രാത്രി കാണാൻ പറ്റും, രാവിലെ കാണും, ഈ ഒരു ഗ്യാപ്പ്, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ദേവസ്ത്രീകൾ എത്ര നിർഭാഗ്യവതി, ഒരേ സമയത്ത് അവർ നോക്കിക്കേ, ഒരെണ്ണം പറയുമ്പോൾ അവർ ഭാഗ്യവതികൾ, ഒരു സമയം പറയുന്നത് നിർഭാഗ്യവതികൾ. അവര് കൃഷ്ണപ്രേമത്തിന്റെ ഇതില് അവര് എല്ലാം മറന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഈ വിമാനഗത എന്ന് പറഞ്ഞാൽ അത്ര ദൂരെയാണ് അവര്, ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്.
ഇത്ര നിർഭാഗ്യവതികളാണ്. എന്തുകൊണ്ടാണ് നിർഭാഗ്യവതികൾ എന്ന് പറയുന്നത്? സാധാരണ മനുഷ്യർ പറയുന്നത് ഈ സ്വർഗ്ഗലോകത്തിൽ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. പല മതത്തിലും അങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിൽ പോകണം ഭാഗ്യം വേണം. പക്ഷെ കൃഷ്ണനില്ലാതെ എന്ത് ഭാഗ്യം, കൃഷ്ണനില്ലാതെ എന്ത് ആനന്ദം, കൃഷ്ണനില്ലാതെ എന്ത് മാധുരിമ. അപ്പൊ ഈ സ്വർഗത്തിലുള്ളവർ ഇത്രയും ദൂരെയാണ് കൃഷ്ണൻ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ദൂരെയാണ് അവര്. അത് നിർഭാഗ്യം. നമ്മൾ ആദ്യം പറഞ്ഞ എന്തുവാണ്? മംഗളോ അമംഗളം പറയും. കൃഷ്ണനെ കുറിച്ച് കാണാതെ കേൾക്കാതെ പറയാത്ത ദിവസം അമംഗളമാണെങ്കിൽ അവരെല്ലാം അമംഗളകരമായ ജീവിതമാണ് ജീവിക്കുന്നത്. എന്ത് സ്വർഗം! അത്ര മനോഹരമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇവിടെ നിർത്താം ഇന്ന്. എനിക്കും പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞോളൂ. ഐ ആം റെഡി. ഭഗവാന്റെ ദിവ്യ ലീലകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു അറിവാണ് പ്രഭു തന്നത്. കാരണം ഗോപികമാര് ഒരേ സമയം അവര് ഭാഗ്യവാന്മാരാണെന്ന് കരുതുന്ന അതേ സമയത്ത് തന്നെ തങ്ങള് നിർഭാഗ്യവാന്മാരാണെന്നും അവര് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം അവർക്ക് ഭഗവാനെ അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവര് ഒളിച്ചോടി വരുന്നോണ്ട് ഉള്ള കുറ്റബോധം കൊണ്ടാണോ അതോ ആനന്ദത്തോടുകൂടി ഭർത്താവിനോട് കൂടി തന്നെ പേടിയൊന്നും ഇല്ലാതെ കൃഷ്ണ ഭഗവാനായിട്ട് അവർക്ക് ആനന്ദം പങ്കിടാൻ പറ്റാത്തതുകൊണ്ടാണോ അവര് അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് ഒരു സംശയം. കട്ടായിരുന്നു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഗോപികമാര് ഒരേ സമയം തങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും നിർഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഭഗവാന് തങ്ങളുടെ ഇണയോടൊത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ആ ആനന്ദം ശരിക്കും നുകരാൻ പറ്റുന്നില്ല. കാരണം പേടിച്ചാണല്ലോ നമ്മളെപ്പോഴും ഒരു പേടിച്ചൊരു കാര്യം ചെയ്യുന്നതും ആ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പേടിയില്ലാണ്ട് ആസ്വദിച്ച് ചെയ്യുന്ന രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ദേവസ്ത്രീകളെ കൂടുതൽ ഭാഗ്യവാന്മാരായിട്ട് തോന്നിയത് എന്നാണ് എന്റെ സംശയം. തീർച്ചയായിട്ടും മാതാജി പറഞ്ഞത് ശരിയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ പറഞ്ഞ എന്താണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. രാവിലെയും വൈകിട്ടും കാണാൻ പോകുന്നതും വരുന്നതും. രാത്രിയിൽ കൃഷ്ണനായിട്ട് അവര് മധുരലീലകളുണ്ട്. അപ്പൊ അത്രയും സമയം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സഹിക്കുന്നില്ല. പക്ഷെ ഈ ദേവസ്ത്രീകൾ ഇത്രയും ദൂരെയാണ്. നമുക്ക് കൃഷ്ണനെ കാണാത്തതുകൊണ്ട് എന്ത് അമ്മങ്ങൾ, എന്ത് ജീവിതം അവരുടെ നിർഭാഗ്യവതികളാണ്. അവരുടെ ജീവിതം ദൗർഭാഗ്യമാണ്. കാരണം അവർ കൃഷ്ണൻ ഒത്തിരി ദൂരെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്ര ഒരു 6-7 മണിക്കൂർ. ഇപ്പൊ 27 മണിക്കൂർ അവരുടെ 27 മണിക്കൂർ ദേവന്മാരുടെ. അതെങ്ങനെ സഹിക്കുന്നത്? അവിടെ രണ്ട് കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, സ്വർഗത്തെ വളരെ ഇതായിട്ട് കാണുന്നവർക്ക് പറയണം സ്വർഗമൊന്നുമില്ല, കൃഷ്ണനില്ലാത്ത ഒന്നുമില്ല. ഒന്നതാണ്. രണ്ട്, മാതാജി പറഞ്ഞത് ശരിയാണ്. ഭർത്താക്കന്മാർ കൂടെ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ അവർക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ അവരെ അനുവദിക്കുന്നില്ല. ഇപ്പൊ ഭർത്താക്കന്മാർ അവരോട് പറയാണ് ഞങ്ങൾ വരുന്നില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ സന്തോഷമില്ല. അവർക്ക് ഭർത്താക്കന്മാരുടെ ഒത്ത് കാണണമെന്നില്ല. അവർക്ക് കൃഷ്ണനാണ് ഇമ്പോർട്ടന്റ്, ഭർത്താക്കന്മാരല്ല. ഇവിടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് അവർക്ക് കൃഷ്ണനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. പക്ഷെ നാളെ ഇവരുടെ ഭർത്താക്കന്മാർ പറയുകയാണ് നിങ്ങൾ പോയിക്കോ, കൃഷ്ണനെ കണ്ടോ, അല്ലെങ്കിൽ കൃഷ്ണൻ സംസാരിച്ചോ, അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് പാടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി. അവർക്ക് ഭർത്താക്കന്മാരാണ് ഇമ്പോർട്ടന്റ്, കൃഷ്ണനാണ് ഇമ്പോർട്ടന്റ്. കൃഷ്ണനെ കാണാൻ അനുവദിക്കുന്നില്ല ഭർത്താക്കന്മാർ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ഭർത്താക്കന്മാർ കൂടെ വരുവാണ്. ഹരേ കൃഷ്ണ. മനസ്സിലായി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ആരാ സംസാരിച്ചേ? സീത. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഇന്നത്തെ ക്ലാസ്സിൽ കൂടി ഒരു വലിയൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാല്, ഒരു സംശയം വരുമ്പോ നമുക്ക് ആരോട് ചോദിക്കണം, എന്താ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ ചിലപ്പോ ആൻസർ കിട്ടാത്ത പോലെ. അങ്ങനെ ആ സമയത്താണ് ഇപ്പൊ പ്രഭു പറഞ്ഞത് കൃഷ്ണന് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക എന്നുള്ളത്. അതൊരു വലിയ ഒരു സമാധാനം തരുന്ന ഒരു ആൻസർ ആയിരുന്നു പ്രഭു. താങ്ക് യു. കൃഷ്ണ ഇഷ്ടമുള്ളതിനൊക്കെ കൃഷ്ണന് ഇഷ്ടം നമുക്ക് മനസ്സിലായില്ല. കൃഷ്ണനെ സന്തോഷം. അതെ, അടുപ്പിക്കുന്ന എന്താണ്? ഞാൻ ഉദാഹരണം പറയാം. ഒരു പ്രോഗ്രാമിൽ വിളിച്ചു. അവിടെ മലയാളി അസോസിയേഷന്റെ ഏതാണ്ട് വാർഷികോ എന്തെങ്കിലും വിളിച്ചു. അന്ന് തന്നെ ഇവിടെ അമ്പലത്തിൽ ഭാഗവതം കഥയുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എവിടെ പോകും, അവിടെ ഒരു സുഹൃത്താണ് വിളിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ 10 വർഷം അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കമ്മിറ്റി അംഗമായിട്ട് ജോലി ചെയ്തതാണ്. ഇവിടെ ഭാഗവതം ഉണ്ട്. അപ്പൊ എനിക്ക് എളുപ്പം തീരുമാനം എടുക്കാൻ പറ്റും. അതായത് എന്നെ കൃഷ്ണനെ അടുപ്പിക്കുന്നത് ഭാഗവതമാണ്, ഇതല്ല. അപ്പൊ ഞാൻ ഇത് ഉപേക്ഷിച്ചു. എന്നെ ഒരു സുഹൃത്ത് പിണങ്ങും, പക്ഷെ എനിക്ക് മോർ ഇമ്പോർട്ടന്റ് കൃഷ്ണനാണ്. ഞാൻ ഭാഗവതത്തിന് പോയി. ഇതെടുക്കാൻ ഡിസിഷൻ. പക്ഷേ ഭാഗവത കഥയുണ്ട്. ഒരാൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷനും വിളിച്ചു.
നമുക്ക് ഒരു തെറ്റും ഒരു ശരിയിൽ നിന്ന് ഒരു ശരി തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. രണ്ട് ശരിയിൽ നിന്ന് ഒരു ശരി തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇന്ന് ഭാഗവതം ക്ലാസ് ഉണ്ട്, ലെക്ചർ ഉണ്ട്. അതേസമയം വേറെ ഡിവോട്ടി പറഞ്ഞു, മാതാജി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, എന്റെ കൂടെ ഒന്ന് വരുമോ? ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആവും, ഏത് ശരി തെറ്റ്. എന്നാൽ നമുക്ക് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സീനിയർ ഡിവോട്ടിയോട് ചോദിക്കും. അത് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകാൻ പറയും. അതിന് രണ്ട് കാരണമുണ്ട്. ഭാഗവതം കേൾക്കുന്ന എനിക്ക് വേണ്ടിയാണ്. അതൊരു ചെറിയ ഒരു എന്താ പറയുക, പോസിറ്റീവ് സെൽഫിഷ്നെസ് ഉണ്ട്. പോസിറ്റീവ് സെൽഫിഷ്, നെഗറ്റീവ് സെൽഫിഷ്. അതെ, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ജീവാത്മാനെ നമ്മൾ കൃഷ്ണനിലേക്ക് അടുപ്പിക്കുകയാണ്. ഏതായിരിക്കും നമ്മളുടെ ഗുരുവിനും കൃഷ്ണനും കൂടുതലും അല്ലെങ്കിൽ പ്രഭുവിനും കൂടുതലും ഇഷ്ടപ്പെടുന്നത്? മറ്റൊരാളെ ഗുരുവിന്റെ അടുത്ത് അടുപ്പിക്കുക. തീർച്ചയായിട്ടും ഗുരുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഭഗവാന്റെ അടുക്കൽ അടുപ്പിക്കുക, അതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ നമുക്ക് അത് തിരഞ്ഞെടുക്കാം. മനസ്സിലായല്ലോ? അതേപോലെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ സീനിയറോട് ചോദിക്കുന്നത്. ഓക്കെ മാതാജി? താങ്ക് യു പ്രഭു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഞങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. മരത്തം പ്രഭു എന്ത് പറയുന്നു? യെസ് പ്രഭു, പറയൂ. പറയൂ, എന്തൊക്കെയാണ് വിശേഷം? എന്താ പറഞ്ഞു? എന്റെ വിശേഷം അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് കൊണ്ട് പോകണം. ക്ലാസ് നല്ല രീതിയിൽ നടക്കണേ. ആ, നന്നായിരുന്നു. ഓ ഷോ. സീനിയർ ആൾക്കാർ പറയുന്നത് നമുക്ക് പ്രചോദനമാക്കുള്ളത്. ഹരേ കൃഷ്ണ. എന്റെ സീനിയോറിറ്റി അങ്ങനെ നോക്കാനില്ല പ്രഭു. എനിക്കറിയാം പ്രഭു. ഐ നോ യു ആർ വെരി സിൻസിയർ ആൻഡ് സീരിയസ് ഡിവോട്ടി ഓഫ് കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രഭുവിന്റെ ഒക്കെ അസോസിയേഷൻ ഇല്ല, ഞാൻ അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വന്നവരോട് സോറി. രണ്ടാമത് വന്നൊരു താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. പിന്നെ ഇന്ദുമതി മാതാജി, ഞാൻ മാതാജി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. അത്ര അസോസിയേഷൻ കിട്ടിയില്ലേ? തീർച്ചയായിട്ടും പ്രഭു. കൃഷ്ണ ഭക്തരുടെ കൂടെ സംവദിക്കുക, അവരെ കാണുക, കേൾക്കുക, പറയുക, ഇതിനെക്കാട്ടി കൂടുതൽ മംഗളകരമായിട്ടുള്ള എന്താണ് പിന്നെ വേണ്ടത് നമ്മുടെ ജീവിതം? എല്ലാപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവസാന നിമിഷം വരെ, സമയം വരെ ഭക്തരിൽ നിന്നും ദൂരെയാക്കരുത്. വേറെ ഒന്നും നമുക്ക് വേണ്ട, ഇത് മാത്രം മതി. അതാണ് നമ്മൾ ഭഗവാനോട് പ്രവർത്തിക്കുന്നത്. അതിലും ദൂരെ കൊണ്ടുപോകരുത്. എനിക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്. എന്റെ രണ്ട് മക്കളും ബാംഗ്ലൂരിലാണ്. ഞാനിപ്പോ അവിടെ പോയി ഒരു 25,000 to 30,000 rupees മാസം ഞങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. കാര്യം മോൻ വാടക കൊടുക്കണം, മോളിപ്പോ ഒരു മാസം. ഞാൻ ഇവിടെ രണ്ടുപേരുടെ വാടക ഞാൻ എനിക്കാണ്. പക്ഷേ അവിടെ ഇതുപോലുള്ള അസോസിയേഷൻ കിട്ടുന്നില്ല. ഇസ്കോൺ അമ്പലം ഒത്തിരി ദൂരെയാണ്, എന്നും പോകാൻ പറ്റില്ല, മംഗലാരതിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആ അസോസിയേഷൻ എനിക്ക് മക്കളെക്കാൾ more ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്റെ ജീവിതത്തിനെ മാറ്റാൻ എന്റെ കൂടെയുള്ള ഭക്തർക്ക് കഴിയും. അവരുടെ കൂടെ നിന്ന് ജപിക്കുക, അവരുടെ കൂടെ നിന്ന് ഭാഗവതം കേൾക്കുക, അവരോട് സമ്മതിക്കുക. ഒരുപാട് സീനിയർ റിവോട്ടുണ്ട്, ഒരുപാട് ഐഡിയ ഗ്രഹസ്ഥാശ്രമത്തിലുണ്ട്. ഭാഗവതം ഗീതയൊക്കെ ഇങ്ങനെ ഇറക്കി പിടിച്ചിരിക്കുന്നുണ്ട്. മുത്തച്ഛൻ എന്ത് വേണമെങ്കിലും ചോദിക്കുക. ഞങ്ങളുടെ ബ്രഹ്മചാരികളൊക്കെ പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ് ബ്രഹ്മചാരികളാണ്. ഹൈ സ്റ്റാൻഡേർഡ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രാത്രി 12 മെസ്സേജ് ഇട്ടാൽ മതി, മറുപടി ഒക്കെ വരും. അപ്പൊ ഈ അസോസിയേഷൻ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയകരമായിട്ടുള്ളതും ഹിതകരമായിട്ടുള്ളതും ശ്രേഷ്ഠകരമായിട്ടുള്ളതും അത്. മക്കളൊക്കെ ഇനിയും ജന്മത്തിലോ ഉണ്ടെങ്കിൽ ആ ജന്മത്തിലും വരും. നമ്മളെ ഇട്ടിട്ട് പോലെ നമ്മൾ ഇട്ടിട്ട് പോകും. ഓക്കെ, ഹരേ കൃഷ്ണ. അച്ഛൻ കൂടിപ്പോയി. അപ്പം ഹരേ കൃഷ്ണ പ്രഭു, കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവത്ഗീത പറഞ്ഞു നിർത്തി എങ്ങനെയാണ്? സർവധർമാൻ ശരണം. അതാണ് എപ്പോഴും നമ്മുടെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭഗവാനാണ് നമ്മളെ ബാക്കിയെല്ലാം വേണം. പുറമെ അകത്ത് കൃഷ്ണനും, പുറമെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അകത്ത് കൃഷ്ണൻ മാത്രം സ്ഥാനം.